പഹൽഗാം ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഓരോ ഇന്ത്യക്കാരനെയും ഞെട്ടിച്ചൊരു സംഭവമാണ്. ഇപ്പോൾ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട NIA കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നു. ഇതിൽ ഹാഫിസ് സെയ്ദാണ് മുഖ്യ സൂത്രധാരെന്ന് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അതായത് വിദേശ രാജ്യത്തിരുന്ന്, നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിലിരുന്ന് ഇത് ആസൂത്രണം ചെയ്യുന്നു, കൃത്യമായിട്ട് ആളുകളെ കൊണ്ട് അത് നടപ്പാക്കുന്നു. ഇത് വല്ലാത്ത ഒരു ആശങ്കയാണ്. ഇനിയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇവർക്ക് പുറത്തിരുന്ന് നടത്താം. പക്ഷേ ഇന്ത്യ വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി പഹൽഗാം പോലെ ഒരു ആക്രമണത്തെക്കുറിച്ചുള്ള ചിന്തയോ നിങ്ങൾക്കുണ്ടായാൽ ഞങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കുമെന്ന്. ശരിക്കും ഈ ഒരു ആർജവമല്ലേ നമുക്കിപ്പോൾ ഇവിടെ ജീവിക്കാൻ പ്രേരണ നൽകുന്നത് തന്നെ? തീർച്ചയായിട്ടും. പക്ഷേ ഇയാളെ പോലുള്ളവരുണ്ടല്ലോ, ഇപ്പൊ ഈ ഹാഫിസ് സയ്യിദ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഇന്റർനാഷണൽ ടെറർ ബ്രോക്കറാണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ കൊല്ലം 2025 ഏപ്രിൽ 21 അല്ലേ എന്റെ ഓർമ്മ, അതില് 26 പേരെയാണ് കൊന്നത്. ആരാന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യൻ പട്ടാളക്കാരല്ല, കാശ്മീരിന്റെ സൗന്ദര്യം കാണാൻ വന്ന സാധാരണ ടൂറിസ്റ്റുകളാണ്. ഒരാളിവിടെ നമ്മുടെ മലയാളിയാ അല്ലെ, എറണാകുളത്തെ സ്വദേശി രാമേന്ദ്രൻ, അദ്ദേഹത്തിന്റെ പുത്രി കഷ്ടിച്ച് രക്ഷപ്പെട്ടു മുമ്പിൽ വെച്ചാണ്. അയ്യോ, അവര് ആ കഥയൊക്കെ പറയുന്ന കേട്ടില്ലേ. അതുപോലെ ഒരാള് നേപ്പാളിൽ നിന്ന് വന്ന സന്ദർശകനാ, ഇന്ത്യനും അല്ല. പിന്നെ ഒരാള് ഈ പാവങ്ങളെ ഉപദ്രവിക്കുന്നത് കാണാൻ ഭീകരവാദികൾ വന്ന് അവരെ നേരെ തോക്കി കൊണ്ടെന്ന് കണ്ടപ്പോ, അയ്യോ സഹോദര കൊല്ലല്ലേ, അവര് നമ്മളെ അതിഥികളാണ്, വിരുന്നുകാരാണെന്ന് പറഞ്ഞതിനാണ് അയാളെ കൊന്നത്. ഒരു കാശ്മീരിയെ, അവിടുത്തെ തന്നെ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ വാസ്തവം. ഇങ്ങനെ നിരപരാധികളായ മനുഷ്യരെ കൊല്ലുക. എന്നിട്ടോ ഇന്ത്യ തിരിച്ചടിച്ചു, ഓപ്പറേഷൻ സിന്ദൂർ. നമ്മൾ എങ്ങനെ തിരിച്ചടിച്ചത്? നമ്മൾ തിരിച്ചടിച്ചത് പാകിസ്ഥാൻ ഗവൺമെന്റിനെയോ പാകിസ്ഥാൻ പട്ടാളത്തെയോ പാകിസ്ഥാന്റെ തലസ്ഥാനത്തെയോ സൈനിക കേന്ദ്രങ്ങളോ ഒന്നും ആക്രമിച്ചില്ല. ജനവാസ കേന്ദ്രങ്ങളിലോ ആശുപത്രികളിലോ നഗരങ്ങളിലോ ചന്തകളിലോ ഒന്നും ആക്രമിച്ചില്ല. ഇന്ത്യ അതിന്റെ അന്തസ് കാണിച്ചു. ഇന്ത്യ കാണിച്ചത് എന്താ? എവിടെയാണ് ഇവന്ന് കണ്ടെത്തി, ഈ ഭീകരവാദികളുടെ താവളം കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് അവിടെ പോയി തകർത്തു. അതാണ് തകർത്ത് കഴിഞ്ഞപ്പോ ആരാണ് ഇതിന്റെ പിന്നിൽ? ഗവൺമെന്റ്. നമ്മൾ സാധാരണ ഇതിൽ ധരിക്കുക എന്താ, ഒരു രാജ്യത്തിന്റെ അതിർത്തി പ്രദേശത്ത് കാട്ടിന്റെ ഉള്ളിൽ കുറച്ച് ഭീകരവാദികൾ കൊള്ളക്കാർ കഴിഞ്ഞുകൂടി അവര് അന്യരാജ്യത്ത് കയറി കൊള്ളയടിച്ചു എന്നല്ലേ ധരിക്കുക. അങ്ങനെ അല്ലാന്ന് നമുക്ക് മനസ്സിലായി. അവിടുത്തെ പട്ടാള തലവൻ അസീം മുനീർ തൊട്ട് ഷഹബാസ് ഷെരീഫ്, അവിടുത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഭീകരവാദികൾക്ക് വേണ്ടി രംഗത്ത് വന്നു. അവർ വിശുദ്ധ പോരാളികളാണ് അല്ലെ, വലിയ രാജ്യത്തിന് വേണ്ടിയുള്ള ദേശാഭിമാനികളാണ്, ദേശത്തിന് വേണ്ടിയുള്ള പോരാളികളെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നു. അപ്പൊ പാകിസ്ഥാന്റെ ചെലവിലാണ് ഇവർ വളരുന്നത് മനസ്സിലായി. 1. 2, പാകിസ്ഥാന്റെ നിത്യശത്രു 1947 തൊട്ട് ഇന്നോളം ഇന്ത്യയാണെന്ന് മനസ്സിലായി. അതിനാണല്ലോ ഈ ഇന്ത്യക്ക് നിരന്തരം തലവേദന ഉണ്ടാക്കുന്നത്. 3ാമത്തെ ഒരു കാര്യം കൂടി മനസ്സിലായി. ആ കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിട്ട് നമ്മുടെ പട്ടാളക്കാർ റെയ്ഡ് നടത്തിയപ്പോൾ ആ കേന്ദ്രങ്ങളിൽ ഈ ഭീകരവാദികളെ മുഴുവൻ വരുത്തിയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ പിടിച്ചെടുത്ത് നോക്കുമ്പോൾ ആ ആയുധങ്ങൾ മുഴുവനും മെയ്ഡ് ഇൻ ചൈനയാണ്, മെയ്ഡ് ഇൻ പാകിസ്ഥാൻ അല്ല, മെയ്ഡ് ഇൻ അമേരിക്കയും അല്ല. അതിന്റെ അർത്ഥം എന്താ? വമ്പന. നമുക്ക് പാകിസ്ഥാനെ ഭയപ്പെടേണ്ടതില്ല നമുക്ക് സാധാരണ രീതിയിൽ കരുതാം. കാരണം പാകിസ്ഥാനൊന്നും ഇന്ത്യയോട് നേർക്കുനേരെ നോക്കാൻ പോലുള്ള കെൽപ്പില്ല. പക്ഷെ ചൈന വമ്പനാണ്, അവനെ സൂക്ഷിക്കണം. അവൻ ഇവർക്ക് ആയുധം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹാഫിസ് സയ്യിദ് ആണല്ലോ ഇതിന്റെ തലവൻ ഇപ്പോ. ലഷ്കർ എ തൊയ്യബ, ഈ 2 സാധനം അതാണ്. ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൊയ്യബ, ഇത് രണ്ടും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ അറിവോടും സമ്മതത്തോടും കൂടി ഇന്ത്യയെ നിരന്തരമായി നശിപ്പിക്കാൻ വേണ്ടി നനച്ച് വളർത്തിയെടുത്ത ഭീകര പ്രസ്ഥാനത്തിന്റെ വൻമരങ്ങളാണ്. ഇയാൾക്ക് ചൈനയിൽ നിന്ന് ആയുധം കിട്ടുന്നു. ഇയാളിപ്പോ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കൂ, ബംഗ്ലാദേശിനോട് കൂട്ടുകൂടുമ്പോഴും പാകിസ്ഥാന്റെ പിന്തുണ തേടുമ്പോഴും അപ്പുറത്ത് ചൈനയുടെ ആയുധങ്ങൾ വാങ്ങുമ്പോഴും ഇയാളുടെ ശത്രു ആരാ? ഇന്ത്യയാണ് ശത്രു. ആണെന്നതിന് എന്താ നമ്മുടെ മുമ്പിലുള്ള തെളിവ്? ഇപ്പൊ മാത്രമല്ല, പെഹൽഗാം ആക്രമണം 2025 സിനു. എപ്പോ തുടങ്ങിയതാ ഇവൻ? നമ്മൾ ലോകത്ത് ഭീകരവാദം കേട്ടത് എന്നാ? ഭീകരവാദം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഓർമ്മയിൽ കഴിഞ്ഞൊരു 25 കൊല്ലമായിട്ടാണ് ഭീകരവാദം ശക്തിപ്പെട്ടത്. എപ്പോ? ഒസാമ ബിൻ ലാദന്റെ അൽഖായിദ പോയി അമേരിക്കയുടെ പെന്റഗൺ ആക്രമിച്ചു, WTC ആക്രമിച്ചു. എന്ന് 2001 സെപ്റ്റംബർ 11. എന്നാൽ അതിനു മുമ്പേ ഭീകരവാദം തുടങ്ങിയവനാണ് ഇവൻ. നമ്മുടെ നെഞ്ചത്ത്, ഇന്ത്യയുടെ നെഞ്ചത്ത്. 2000 ഓർമ്മയുണ്ടോ? 2000 ആദ്യമായി ഇന്ത്യയെ ഞെട്ടിച്ചു. എങ്ങനെയെന്നറിയോ? ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാന സ്തംഭമാണ് ചെങ്കോട്ട, നമ്മുടെ റെഡ് ഫോർട്ട്. നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തി അവിടെയാണ്. എല്ലാ നല്ല ദേശീയ യോഗങ്ങളും നടക്കുക അവിടെ നിന്നാണ്. നമ്മുടെ രാഷ്ട്രത്തലവന്മാരൊക്കെ പ്രസംഗിക്കുക ചെങ്കോട്ടയുടെ മുകളിൽ നിന്നിട്ടാ. ആ ചെങ്കോട്ടയെ ആക്രമിച്ചവര് ഓർമ്മയില്ലേ? 2000 എന്ന് പറഞ്ഞാൽ
അൽഖായിദ പോയി അമേരിക്കയെ ആക്രമിക്കുന്നത് 2001-ലാണ്. ഞാൻ പറയുന്നത് അൽഖായിദക്ക് പോലും മാതൃക കാണിച്ചു കൊടുത്തത് ഇവനാ. ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ട് 2000-ൽ ഇവൻ ഇന്ത്യയെ ആക്രമിച്ചു. ഇവിടെ ചെങ്കോട്ട ആക്രമിച്ചു. 2001-ൽ ഉസാമ ബിൻ ലാദൻ പോയി അമേരിക്കയെ ആക്രമിച്ചല്ലോ, പെന്റഗണെ ആക്രമിച്ചു ഇല്ലേ എന്ന് 2001 സെപ്റ്റംബർ 11-ന്. കൃത്യം 3 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ ശക്തി അവനേക്കാളും വമ്പനായി. എങ്ങനെ? കൃത്യം 3 മാസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 3-ാമത്തെ മാസം ഡിസംബർ 13-ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം ആക്രമിച്ചു. ആര്? ഇവൻ തന്നെ, ലഷ്കർ എ തൊയ്ബ. ആര്? ഇവൻ, ഈ ഹാഫിസ് സയ്യിദ്. ഇന്ത്യൻ പാർലമെന്റിന് നേരെ ആക്രമണം നടത്താൻ ധൈര്യവും കോപ്പും കൂട്ടിയ ഒരാളെ ഉള്ളൂ. അവനാണ് ഈ ഭീകരൻ ഹാഫിസ് മുഹമ്മദ്, ഹാഫിസ് സയ്യിദ്. 2000-ല് ചെങ്കോട്ട, 2001-ൽ ഇന്ത്യൻ പാർലമെന്റ്, 2002-ലോ ഓർമ്മയുണ്ടോ അക്ഷർധാം ടെമ്പിൾ, അക്ഷർധാം ക്ഷേത്രത്തിൽ ആക്രമണം നടത്തിയത് ഇവനാ. എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിൽ ഈ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ കെറുവ് ഇവന് കണ്ടുകൂടാ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ സഹോദരങ്ങളായിട്ട് ഒരു രാജ്യത്തിന് വേണ്ടി പൊരുതി ഒരു രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ, കണ്ടുകൂടാ ഇവന്. കാരണം മതത്തിന്റെ പേര് രാജ്യം ഉണ്ടാക്കി പോയവനാണ് അവൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തെ കയറി ആക്രമിച്ചു 2002-ല്. നമ്മളത് അവസാനിച്ചു എന്ന് കരുതി. ഇവനെ എനിക്ക് കുറച്ചു കാലം അകത്താവുകയും കുറച്ചു കാലം ഒളിവിലാവുകയൊക്കെ ചെയ്ത കാലത്ത് ഇവനൊന്ന് വിശ്രമിച്ചു. 2006-ൽ ഇവൻ ഒരു പരീക്ഷണം നടത്തി. എന്തായിരുന്നു അറിയോ? ബോംബെയിൽ ഒരു ട്രെയിനിൽ ബോംബ് ഭീകരാക്രമണം. ഓർമ്മയുണ്ടോ? 2006-ൽ. അത് എന്തിനാണെന്നറിയോ? അതൊരു പരിശീലനമായിരുന്നു. അത് എന്തിനുള്ള പരിശീലനമായിരുന്നു എന്ന് കൃത്യം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. 2008-ല് ബോംബെയിലെ ഭീകര ആക്രമണം. എത്ര സ്ഥലങ്ങളാണ് പൊട്ടിത്തെറിച്ചത്, എത്ര നിരപരാധികളെയാണ് കൊന്നത്. ആ 2008-ന് ശേഷം ഇവൻ കുറെ കൂടി കരുതലും എല്ലാ രാജ്യങ്ങളിലും ഇവനെതിരായുള്ള വേട്ടയും ഒക്കെ തുടങ്ങിയപ്പോൾ വീണ്ടും ഒളിവിൽ പോയിട്ട് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? അതാണ് ഇതിന് പ്രശ്നം. നമ്മളിപ്പോ നമ്മുടെ കുറ്റപത്രം വന്നു, പക്ഷേ ഹാഫിസ് സയ്യിദ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ നമുക്ക് അറിഞ്ഞൂടാ. എവിടെ ഉണ്ടെങ്കിൽ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ആരാണ് സംരക്ഷിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. പാകിസ്ഥാനിൽ ഇവന്റെ ഭീകരന്മാരുടെ താവളത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്തായാലും കുറ്റപത്രത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ 2025 ആലോചിച്ചു നോക്കി, ഇവൻ ഏതാണ്ട് ഒതുങ്ങി നമ്മൾ വിചാരിച്ചു. ഈ നേരിടാൻ നമ്മൾ സർവ്വസജ്ജമായി നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി നിരപരാധികളായ പാവങ്ങളായ നമ്മുടെ ടൂറിസ്റ്റുകളെ ആക്രമിച്ചുകൊണ്ട് കാശ്മീരിൽ ഏതാണ്ട് സമാധാനം വരുത്തി നമ്മൾ കരുതിയതാ, വന്നു എന്ന് കരുതിയതാ. എത്ര കാലമായി കാശ്മീർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവിടുത്തെ കുട്ടികൾ 10-100 രൂപയ്ക്ക് ഈ ഭീകരവാദികളെ പിടിച്ചുകൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനുകൾക്ക് ബോംബെറിയാൻ പഠിപ്പിക്കുകയായിരുന്നു അവിടുത്തെ കുട്ടികൾ. അതുകൊണ്ടാണ് ജീവിച്ചിരുന്നവർ. അതിന് പകരം ആ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി, സ്കൂളുകളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. സ്കൂളുകൾ ഭീകരന്മാരെ ആക്രമിക്കുന്ന അവസ്ഥ മാറി. ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങി, അവിടെ വരുമാനം കിട്ടി തുടങ്ങി, ആളുകൾക്ക് സന്തോഷിക്കാൻ തുടങ്ങി. കണ്ടുകൂടവനെ അതിനുവേണ്ടി ചെയ്ത പണിയായി 2025-ലെ ഈ ആക്രമണം. അതാണ് പെഹൽഗാം ആക്രമണം. അതിന്റെ കുറ്റപത്രമാണ്. 26 പേരല്ല അന്ന് മരിച്ചത്. ഇവനൊക്കെ ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, ഒരു കാര്യം തീർച്ചയാണ്. ഇവന്റെയൊക്കെ താവളങ്ങളിൽ ചെന്ന് വേരോടെ പിഴുതെറിഞ്ഞാലും ശൂന്യതയിൽ നിന്ന് ഇവന് വീണ്ടും ഉണ്ടായി വരും. കാരണം അത്ര മാരകമായ ഒരു ആശയമാണിത്. അത് നിരപരാധികളെ കൊല്ലാനുള്ള വെറുപ്പിന്റെ ഒരു ആശയമാണ്. 2, ഇന്ത്യാവിരുദ്ധതയാണ് അതിന്റെ മുഖമുദ്ര. ഒരു കാര്യം കൂടി ഓർത്തു നോക്കൂ. അമേരിക്കയെ ആക്രമിക്കാൻ പോയ ബിൻ ലാദൻ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഭൂമിയിൽ, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്. ഏത് ഇസ്ലാമിന്? ഈ ഭീകര ഇസ്ലാമിന്, സമാധാനത്തിന്റെ ഇസ്ലാമിനല്ല, മനുഷ്യന്റെ ഇസ്ലാമിനല്ല. ഈ അക്രമികളുടെ ഇസ്ലാമിന് 3 ശത്രുക്കളുണ്ട്. 1 അമേരിക്കയാണ്, 2 ഇസ്രായേലാണ്, 3 ഇന്ത്യയാണ്. ഇന്ത്യ ഉണ്ട് അവരുടെ 3-ാമത്തെ ലിസ്റ്റിൽ. അത് 3-ഉമാണ് ഇവർ മത്സരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിൻ ലാദൻ പോയി അമേരിക്കയെ ആക്രമിച്ചു, ഹമാസ് പോയി ഇസ്രായേലിനെ ആക്രമിച്ചു. ഈ ലഷ്കർ എ തൊയ്ബയും ജയ്ഷെ മുഹമ്മദും നിരന്തരം ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. 3 ചെകുത്താന്മാരെ നിരന്തരമായി ആക്രമിക്കുന്ന ഭീകരന്മാർ, നമ്മളെ ചെകുത്താൻ എന്ന് വിളിക്കുന്ന യഥാർത്ഥ ചെകുത്താന്മാർ, അവരെയാണ് ലോകം തിരിച്ചറിയേണ്ടത്. അതിനുള്ള കുറ്റപത്രമാണ് ഇന്നലെ നമ്മളെ നാഷണൽ NIA ഇന്നലെ നമ്മുടെ NIA തയ്യാറാക്കിയ കുറ്റപത്രം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോകത്തിലെ സമാധാന പ്രേമികൾക്ക് മൊത്തം ഉള്ളതാണ്. എല്ലാവരും ഒന്ന് ഗൗരവത്തോടെ എല്ലാ രാജ്യങ്ങളും നമ്മുടെ നാഷണൽ ഏജൻസി തയ്യാറാക്കിയ ഈ കുറ്റപത്രം ഒന്ന് അറിയുന്നതും മനസ്സിലാക്കുന്നതും ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. ഹാഫിസ് സയ്യിദ് ഇപ്പം പാകിസ്ഥാനിലാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തിയിൽ എവിടെയെങ്കിലും ആണെങ്കിൽ NIA വന്ന് പൊക്കുന്ന കാലം വിദൂരമല്ല. തീർച്ചയായിട്ടും അത് ചെയ്യാതെ വയ്യ, ഇല്ലെങ്കിൽ ഇത് അവസാനിക്കില്ല. ഓക്കെ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.